അസ്സലാമു വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ കേസരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റവ കേസരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാഷ്നട്ടും കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അതൊന്ന് കോരി മാറ്റാം. അതേ പാനിൽ തന്നെ ബാക്കി വന്ന നെയ്യിൽ കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണെങ്കിലും ആ ബാക്കി വന്ന നെയ്യിൽ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. കളറൊന്നും മാറേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നെയ്യ് കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഇത് ഞാനിപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. മിനിറ്റ് സമയത്ത് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. റവ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. 1-2 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുകയാണേ റവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റവ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സായി വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് റവ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് റവ കേസരി ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ? നല്ലതുപോലെ വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേട്ടായി കുറച്ച് കാഷ്നട്ടും
ചെറിയും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാഷ്നട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ചെറു വീതം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ഹോട്ടൽ സ്റ്റൈൽ റവ കേസരി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.